ചൈത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവളുടെ കേസ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 18 വയസ്സ് തികയാത്തോണ്ട് തന്നെ പോക്സോ കേസായിരുന്നു ഇത്. പക്ഷെ അവളുടെ ഓപ്പോസിറ്റുള്ള വക്കീല് CCTV ഫുട്ടേജ് കാണിച്ചിട്ട് അവൾ ഇഷ്ടത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അവളുടെ ഭാഗത്തേക്ക് കേസ് തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജും പറയാണ് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട്. അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ അവസാന ടൈം ആയപ്പോൾ കമ്മീഷണർ അവളെ റേപ്പ് ചെയ്ത 5 പയ്യന്മാരിൽ ഒരു പയ്യനായിട്ടുള്ള വികാസിന്റെ ഫോൺ തന്നെ കോർട്ടിൽ ഹാജരാക്കുന്നുണ്ട്. ചൈത്രൻ അവർ 5 പേരും കൂടി റേപ്പ് ചെയ്തിരുന്ന വീഡിയോ ആ ഒരു ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊരു വലിയ എവിഡൻസ് ആയി എടുത്തോണ്ട് ഈ 5 പേർക്കും 20 വർഷം ജയിലിൽ കഠിന തടവ് കൊടുക്കാനായിട്ട് കോടതി വിധിക്കുന്നുണ്ട്. ഈ 5 പയ്യന്മാരെ വെവ്വേറെ ജയിലിലാണ് കൊണ്ടുപോയി ഇടുന്നത്. വികാസ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ ഭയങ്കര മോശപ്പെട്ട റൗഡീസ് ഒക്കെ ഉള്ള ഒരു സെല്ലിലാണ് കൊണ്ടുപോയി ഇടുന്നത്. അവൻ ഇനി നല്ല കുട്ടിയായി തിരിച്ചു വരുന്ന വിചാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൗഡിനെ അവൻ അടിച്ച് അവൻ അവിടുത്തെ ഒരു ഡോൺ ആയിട്ട് തന്നെ മാറാണ്. അവിടുത്തെ പൊട്ട ആൾക്കാരുമായിട്ട് കൂടി അവൻ ഡ്രഗ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി വികാസിന്റെ അമ്മ തന്നെയാണ് അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ ഫോൺ കമ്മീഷണർക്ക് ഒരു തെളിവായിട്ട് കൊടുത്തു. അവൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവൻ നന്നായി തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ 6 വർഷത്തിന് ശേഷം അവർക്ക് GA എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മ അവനെ പരോളിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ നിന്ന് ഓടിപ്പോയി ഡ്രഗ്സ് എല്ലാം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അവന്റെ അമ്മ അവന് ഒരു കുട്ടിയെ നോക്കുന്ന പോലെ നല്ല പോലെ നന്നാവും എന്ന് കരുതിയിട്ട് നോക്കാണ്. പക്ഷെ അവൻ ദിവസങ്ങൾ കൂടുന്തോറും ബാഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന പോലും അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങാണ്. ഇത് കണ്ട അമ്മക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ അമ്മ ഗണ്ണെടുത്ത് എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഓടി പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വികാസും അമ്മയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടാവാണ്. ഒരു ഘട്ടത്തിൽ വികാസിന്റെ അമ്മ വല്ലാതെ ഉപദ്രവിച്ചിട്ട് നിന്നെ പോലെ ഒരു മകനെ പ്രസവിച്ച് ഞാൻ ചാവുന്നതാ നല്ലതെന്നും പറഞ്ഞ് ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം അവളെടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങാണ്. നിനക്ക് എന്നെ അമ്മ എന്ന് വിളിക്കാനുള്ള യോഗ്യത ഇല്ലാന്ന് പറഞ്ഞ് വികാസിനെ വീട്ടിൽ നിന്ന് അമ്മ പുറത്താകുന്നുണ്ട്. അതിനുശേഷം അമ്മ ഭയങ്കരമായിട്ട് കുടിക്കാനായിട്ട് തുടങ്ങാണ്. ഒരു കുടിക്കാരിയായിട്ട് ആ ഒരു അമ്മ മാറാണ്. ഇതിന്റെ ഫൈനൽ പാർട്ട് കാണാനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.